ഹാ മൊസാദിലെ മോദി ഇൻ തഫ്കിദീൻ ഹ്യൂം ഖദീം. എന്താണ് മൊസാദ്? ആരാണ് മൊസാദ്? എങ്ങനെയാണ് മൊസാദ്? ഇറാനിലെ ഇസ്രയേൽ നടപടി തുടങ്ങിയതോടെ ലോകം വീണ്ടും ആ ചോദ്യത്തിന് പിന്നാലെയാണ്. പക്ഷേ ഉത്തരം ലളിതമാണ്: അജ്ഞാതം. എങ്കിലും മൊസാദ് ആരെന്ന് ചെറിയ രീതിയിലൊന്ന് പരിശോധിക്കാം. അതിനു മുൻപ് ഒരു കുഞ്ഞു രാജ്യമായി പിറവിയെടുത്ത ഇസ്രയേലിനെ ഒന്ന് പരാമർശിക്കേണ്ടതുണ്ട്. കാരണം 1948 ജനിച്ചു വീണതു മുതൽ ഇന്നും വധഭീഷണിയിൽ കഴിയുന്ന ഒരേയൊരു രാജ്യമാണവർ. അതിൻ്റെ കാര്യവും കാരണവും നമുക്ക് മറ്റൊരിക്കൽ പരിശോധിക്കാം. നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന ആ രാജ്യത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും ഏറ്റവും വലിയ വിശ്വാസമാണ് മൊസാദ്. ഒരു പോറൽ പോലും ഏൽക്കാതെ ആ വിശ്വാസം മൊസാദ് കാത്തുവയ്ക്കുന്നു, ഒരു മെഴുകുതിരിവെട്ടം പോലെ. 1949 ഡിസംബർ 13 സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോർഡിനേഷൻ എന്ന മൊസാദ് സ്ഥാപിതമായത്. രാജ്യത്തിനെതിരായി മറ്റിടങ്ങളിൽ നടക്കുന്ന രഹസ്യ പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ മനസ്സിലാക്കി അവയെ ഇല്ലായ്മ ചെയ്യുക, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കുക തുടങ്ങി നിരവധി കർത്തവ്യങ്ങൾ മൊസാദ് നടപ്പാക്കുന്നു. കൃത്യനിർവഹണത്തെ അടിസ്ഥാനമാക്കി മൊസാദിനെ പലതായി തരം തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ വിഭാഗമാണ് സൊമാറ്റ്. വിദേശത്ത് ചാരപ്രവർത്തനം നടത്തുന്നത് ഈ വിഭാഗമെന്നാണ് അനുമാനിക്കുന്നത്. അടുത്ത വിഭാഗമാണ് കെസേരിയ. പ്രത്യേക ദൗത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതോടൊപ്പം കൊലയാളി സംഘമെന്ന് വിളിപ്പേരുള്ള കിഡോണിനെ പരിപാലിക്കുന്നതും കെസേരിയയാണത്രേ. ഇലക്ട്രോണിക് മേഖലയിൽ അതീവ ജാഗ്രതയോടെയിരിക്കുന്ന മറ്റൊരു വിഭാഗമാണ് കെഷ്ത്. മെറ്റ്സദ വിഭാഗത്തെ കൊലപാതകങ്ങളും അട്ടിമറികളും നടത്തുന്ന യൂണിറ്റായാണത്രേ പറയപ്പെടുന്നത്. കൂടാതെ കാറ്റ്സ, സയനീം, ബോഡ്ലിയം തുടങ്ങി പല രൂപത്തിലും ഭാവത്തിലുമുള്ളവർ മൊസാദിന്റെ ഭാഗമായിട്ടുണ്ട്. ഇവർ ലോകത്ത് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതായാണ് പറയപ്പെടുന്നത്. 6 ഡേ വാർ, ഓപ്പറേഷൻ ഹാർപൂൺ, ഓപ്പറേഷൻ ഡയമണ്ട്, ഓപ്പറേഷൻ എൻഡബെ, ഓപ്പറേഷൻ റാത്ത് ഓഫ് ഗോഡ്, നാസി ഭീകരൻ അഡോൾഫ് ഐക്മാനെ വിചാരണ നടത്തി വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് തുടങ്ങി എത്രയെത്ര നടപടികളിൽ മൊസാദിന്റെ അദൃശ്യ സാന്നിധ്യം ലോകം തിരിച്ചറിഞ്ഞു. വർത്തമാനകാലത്ത് ഇറാനിലെ സംഭവ വികാസങ്ങളിലും ആ പേര് ഉയർന്നു വന്നു. ഇനി മൊസാദിന്റെ ആപ്തവാക്യം നോക്കാം: ഫോർ വാണ്ട് ഓഫ് സ്ട്രാറ്റജി ആൻഡ് ആർമി ഫാൾസ്, ബട്ട് വിക്ടറി കംസ് വിത്ത് മച്ച് പ്ലാനിംഗ്. മൊസാദ് ഈ ആപ്തവാക്യത്തിന്റെ അർത്ഥം ശിരസ വഹിക്കുന്നതിനാലാണ് ഇന്നും ഇസ്രയേൽ നിലനിൽക്കുന്നത്. രാജ്യത്തിനെതിരെ ഒരു ഇല അനങ്ങിയാൽ ആ ഇല മാത്രമല്ല, അത് നിലകൊള്ളുന്ന ശിഖരം തന്നെയും ചിലപ്പോൾ ആ വൃക്ഷം തന്നെയും ഇല്ലാതാക്കപ്പെടുന്നു. ആര്, എന്ത്, എങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾ അപ്പോഴും അന്തരീക്ഷത്തിൽ ഉയർന്ന് അടിഞ്ഞു തീരുന്നു. 1996 വരെയും മൊസാദിന്റെ തലവനാരെന്ന് പോലും ഈ ലോകത്തിന് അജ്ഞാതമായിരുന്നു. ഇസ്രയേലിന്റെയും ആ ജനതയുടെയും ഏത് ആവശ്യങ്ങൾക്ക് മുന്നിലും അത് നടപ്പാക്കുന്നതിനും മൊസാദ് മുന്നിൽ നിലയുറപ്പിക്കും. ഇസ്രയേലിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവർ കാക്കും. ലോകത്തിന്റെ മുക്കിലും മൂലയിലും ഇസ്രയേൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ കാണാൻ മൊസാദിന് നിരവധി കണ്ണുകളുണ്ട്, കേൾക്കാൻ നിരവധി കാതുകളുമുണ്ട്, അവയെ മുളയിലെ നുള്ളാൻ നിരവധി കൈകളും. എവിടെ, എങ്ങനെ, ആര് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇവിടെ അപ്രസക്തമാവുകയാണ്. കാരണം ലക്ഷ്യം നിശ്ചയിക്കുന്നത് മൊസാദാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം അറിയുന്നത് മൊസാദിന് മാത്രമാകും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.